രാജ്യത്തെ മുഴുവൻ ആശങ്കയിലാക്കിയ സങ്കടത്തിലാക്കിയ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:10 ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് വിമാനം തകർന്നു വീണ പൈലറ്റ് വീരമൃത്യു വരിച്ച സംഭവം. ഈ സംഭവത്തിൽ ഉടൻ തന്നെ വ്യോമസേന ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. വ്യോമസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വിവരങ്ങൾ ശേഖരിച്ച്, ഒപ്പം തന്നെ ഈ എയർ ഷോയ്ക്കിടെയുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അവ പരിശോധിച്ച ശേഷം പ്രാഥമികമായ റിപ്പോർട്ട്, ഈ അപകടത്തിന്റെ കാരണം എന്ത് എന്നത് സംബന്ധിച്ചുള്ള വ്യോമസേനയുടെ പ്രാഥമികമായ പ്രതികരണം അതിനുശേഷം ഉടൻ തന്നെ ലഭ്യമാകും എന്നുള്ളതാണ് നമുക്ക് വ്യോമസേനാ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോൾ സ്ഥലത്ത് ഉണ്ട്. സാങ്കേതിക വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് വരികയാണ്. ഈ സംഭവത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ അടക്കമുള്ളവർ അതീവ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദുഃഖത്തിന്റെ വേളയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് എല്ലാവരും തന്നെ. ഇന്നലെ ഉച്ചയ്ക്ക് 2:10 കൂടിയാണ് ഈ എയർ ഷോയ്ക്കിടെ ഉണ്ടായ പരിശീലനത്തിനിടെ, അല്ലെങ്കിൽ ആ ഒരു ഷോ നടന്നു പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. അത് ഒരു ലൂപ്പ് പൂർത്തിയാക്കി വരുന്നതിനിടെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ വിമാനം താഴേക്ക് വരികയും തുടർന്ന് നിലത്ത് പതിക്കുകയുമായിരുന്നു. ഉടൻ തന്നെ വലിയ തീഗോളമായി ഈ വിമാനം മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു വിമാനം കൂടിയാണ് തേജസ് യുദ്ധവിമാനം എന്നുള്ളത്. MiG-21 യുദ്ധവിമാനങ്ങൾ പിൻവലിച്ച ശേഷം അതിന് പകരക്കാരനാകാൻ എന്ന് നിശ്ചയിച്ചിരുന്ന വിമാനം കൂടിയാണ് ഈ തേജസ് യുദ്ധവിമാനം. പ്രാദേശികമായി തദ്ദേശീയമായി തന്നെ HAL വികസിപ്പിച്ചെടുത്ത ഒരു വിമാനത്തിനാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് ഏറെ നിർണായകമാണ്.